മൊസാദിന്റെ ആസ്ഥാന കേന്ദ്രവും ലെബനാൻ ആക്രമിച്ചു. ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ ഒന്നായിട്ടാണ് തെല്ലവീവിന്റെ ഭാഗത്ത് മൊസാദിന്റെ ആസ്ഥാന മന്ദിരങ്ങൾ ഇസ്രായേൽ പണികഴിപ്പിച്ചത്. 24 മണിക്കൂറും അതീവ സുരക്ഷിത മേഖലയായിട്ട് ഈ പ്രദേശവും ഈ സ്ഥാപനവും അറിയപ്പെടുന്നു. ഈ മേഖലയിലേക്ക് ലെബനാൻ ആക്രമണം നടത്തുകയും ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിക്കുകയും ചെയ്ത വിവരമാണ് പടിഞ്ഞാറൻ മീഡിയകൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ മേഖലയിലേക്ക് ഒരു ശത്രു രാജ്യത്തിന്റെ മിസൈലുകൾ വന്ന് പതിക്കുന്നത്. മൂന്നിലധികം മിസൈലുകൾ പതിച്ചെന്നും 2 തകർക്കാൻ സാധിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഒന്നിന്റെ ആക്രമണം ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഈ നേവി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് സ്ഥിരം ഒരു ശൈലിയായിട്ട് തന്നെയാണ് ലെബനാൻ എടുത്തിരിക്കുന്നത്. ബാലിസ്റ്റിക് മിസൈൽ എന്ന ദീർഘദൂര മിസൈലാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പൊ നിലവിലെ ഇസ്രായേലിന്റെ സാഹചര്യം എന്ന് പറയുന്നത് അവരുടെ സാധാരണഗതിയിൽ ചെയ്യാറുള്ള പ്രവൃത്തി പോലെ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ട് ഭീതി പടർത്തുക, എന്നിട്ട് അതിൽ നിന്ന് ഇസ്രായേലിനെ പ്രതിരോധിക്കുന്ന സൈനിക മേഖലയെ സംവിധാനത്തെയോ തളർത്തുക, മാനസികമായിട്ട് തളർത്തുന്ന പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളത് സാധാരണഗതിയിൽ അവർ പ്രയോഗിച്ചു വരുന്നതാണ്. ലെബനാൻ കേന്ദ്രീകരിച്ചും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും സാധാരണക്കാർ മരിക്കുന്ന വിവരം പുറത്തു വരുന്നത്. കുടിയേറ്റക്കാരെ തിരിച്ചെത്തിക്കാൻ അതിർത്തി ഭാഗങ്ങൾ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇപ്പോൾ ലോകത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യം. 70,000-ഓളം കുടിയേറ്റക്കാരാണ് ഇസ്രായേൽ ലെബനാൻ അതിർത്തി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധസമാനമായിരിക്കുന്ന സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭാഗത്തു നിന്ന് സർക്കാർ തന്നെ കുടിയിറക്കിയത്. അവർ ആ പ്രദേശത്തിലേക്ക് രണ്ടാമത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമായിട്ട് തന്നെയാണ് ഇസ്രായേൽ സർക്കാരിന് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് പ്രതിരോധം സൃഷ്ടിക്കുന്ന സംവിധാനത്തെ, ഹിസ്ബുള്ള ഗ്രൂപ്പിനെ അകത്തളങ്ങളിലേക്ക് ലെബനാന്റെ ഏകദേശം മധ്യഭാഗത്തേക്കോ അതല്ലെങ്കിൽ മറ്റ് തെക്ക് വടക്കൻ ഭാഗങ്ങളിലേക്കോ ചിന്നിച്ചെതറുന്ന സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചതാണ് യുദ്ധമെങ്കിലും തിരിച്ചടികൾ അതികനത്തതും ശക്തിയുള്ളതുമാണ് എന്ന് മാത്രമല്ല, ഓരോ രാജ്യങ്ങളും, ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന ഓരോരോ രാജ്യങ്ങളും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന നിലപാടുകൾ ഇസ്രായേലിനെതിരെ പറഞ്ഞു തുടങ്ങി എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കുന്നതാണ്. അതിൽ ആദ്യം തന്നെ ചൈനയുടെ നിലപാട് തന്നെ പുറത്തു വന്നു. തങ്ങൾ ലെബനാനോടൊപ്പമാണെന്നുള്ളതും ലെബനാന് നേരെയുള്ള അക്രമത്തെ തങ്ങൾ ന്യായീകരിക്കുകയില്ല എന്നുള്ളതും ആര് അക്രമം നടത്തിയാലും അതിനെതിരെയായിരിക്കും തങ്ങളുടെ സമീപന നിലപാടുകൾ ഉണ്ടാവുക എന്ന തരത്തിലുള്ള നിലപാട് ചൈനയുടെ ഭാഗത്തുനിന്ന് ആദ്യം തന്നെ പുറത്തു വന്നു. തുർക്കി പ്രസിഡന്റ് ഉർദുഗാൻ UN സഭയിൽ നടത്തിയ പ്രസംഗം അതിനേക്കാൾ രൂക്ഷമായിരുന്നു. ഒരു യുദ്ധത്തിനേക്കാൾ കനമുള്ളതും കാഠിന്യമുള്ളതുമായിരുന്നു. അദ്ദേഹം ഹിറ്റ്ലറോട് താരതമ്യം ചെയ്തിട്ടാണ് നെതന്യാഹുവിനെ പരാമർശിച്ചത്. ജീവിച്ചിരിക്കുന്ന നിലവിലെ ഹിറ്റ്ലറാണ് നെതന്യാഹു എന്നുള്ളതും ആളുകളുടെ രക്തം കുടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടാണ് യുദ്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്നത്. ഇത് ഹിറ്റ്ലർ ചെയ്ത അതേ പ്രവർത്തനത്തിന്റെ മറ്റൊരു ഭാഗമാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹിറ്റ്ലറാണ് എന്ന് തുടങ്ങിയിട്ട് അതിരൂക്ഷമായ രീതിയിലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ UN സഭയിൽ കടിച്ചു കീറിയത്. പ്രതികരിക്കാനാവാത്ത വിധം ഇസ്രായേൽ അത് വല്ലാത്ത രീതിയിൽ വേർക്കുന്ന ഒരു സ്ഥിതിവിശേഷം UN സഭയിൽ ഉണ്ടായതായിരിക്കുന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നു. അപ്പോൾ ഓരോ മേഖലയും മോസ്കോ ഇതിനോടനുബന്ധിച്ച് തന്നെ ഹൂത്തികളുമായി ചർച്ച നടത്താൻ വേണ്ടി താല്പര്യം കാണിച്ചിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് പുറത്തു വരികയാണ്. അപ്പോൾ ആദ്യം ഉണ്ടായിരിക്കുന്ന അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഈ മേഖലയിൽ നിന്ന്, ലെബനാന്റെ മേഖലയിൽ നിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ വ്യത്യസ്തമായിരിക്കുന്ന നഗര ഗ്രാമ പ്രാന്തത്തിലേക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അവർ സുരക്ഷിതമെന്നും ഈ ഭാഗത്തേക്ക് ഒരു രാജ്യത്തിനും ആക്രമിക്കാത്ത വിധം സംവിധാനം ഒരുക്കിയിരിക്കുന്നു, പ്രതിരോധിക്കാൻ അയൺ ഡോം സംവിധാനമുണ്ട്. ഇങ്ങനത്തെ കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാടിലാണ് തങ്ങളുടെ രാജ്യത്തെ പൗരന്മാർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞെടുത്താണ് ഈ അക്രമത്തിന്റെ പരമ്പര തന്നെ ഉണ്ടായത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിന്റെ അകത്തുള്ള സൈനിക വ്യോമ മേഖലയുടെ രഹസ്യമായിരിക്കുന്ന
വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പരസ്യപ്പെടുത്തിയത്. തങ്ങൾക്ക് ഏറെക്കുറെ ഇസ്രായേലിന്റെ ഏത് ഭാഗത്താണ് സൈനിക കേന്ദ്രമുള്ളത് എന്നുള്ളതും അവരുടെ സുരക്ഷിതമായ രീതിയിൽ ആയുധ ശേഖരം ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ വിന്യസിച്ചിരിക്കുന്ന പ്രദേശം ഏതാണ് എന്നുള്ളതും അവർ ഏതൊക്കെ തരത്തിലാണ് തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്, അതിന്റെ ഏരിയകൾ ഏതാണ് എന്നുള്ളതും അടക്കം എല്ലാ സംവിധാനങ്ങളും തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന്റെ രഹസ്യമായിരിക്കുന്ന മേഖല പോലും കണ്ടെത്തുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും തങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്ന് അവർ പരസ്യപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ ഏറെ വിവാദമായിരിക്കുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രയാസം ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. ഇതിനോടനുബന്ധിച്ച് ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ ദിവസങ്ങൾ കൊണ്ടോ ഇല്ലാതാക്കും എന്നൊരു പ്രസ്താവനയോട് കൂടിയാണ് വൈമാനിക യുദ്ധം ആരംഭിച്ചത്. 1150 മുതൽ 1500ഓളം കേന്ദ്രങ്ങളിൽ സ്ഫോടനം നടത്തിയതായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടതാണ്. എന്നാൽ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത്രയും വലിയ സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പോ അവരുടെ ആയുധങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാതാവണം. എന്നാൽ ഇങ്ങനെയൊക്കെ പ്രവൃത്തി നടക്കുന്നതിന്റെ ഇടയിലും ഇസ്രായേലിന് നേരെ അക്രമം നടക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സ്ഥിരീകരിക്കുന്നു. സാധാരണഗതിയിൽ അവർ ആ രാജ്യത്ത് നടക്കുന്ന അക്രമത്തിൽ ആരെങ്കിലും മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളോ ഉണ്ടായാൽ പോലും ഇസ്രായേലിന്റെ ഗവൺമെന്റ് അത് പുറത്തു പറയാറില്ല. അതുകൊണ്ട് ലോകം അത് അറിയാറ്. അത് യുദ്ധത്തിന്റെ ഏറ്റവും തന്ത്രപരമായിരിക്കുന്ന രീതിയായിട്ടാണ് അവർ കാണുന്നത്. തങ്ങളുടെ രാജ്യവും സൈനിക ജനങ്ങളും സുരക്ഷിതരാണ് എന്നുള്ളത് അവർ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എത്ര ദുരന്തം ഉണ്ടായാലും. യുദ്ധഭൂമിയിൽ വെച്ച് ഏതെങ്കിലും ഭടന്മാരോ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളോ തകർക്കപ്പെട്ടാലും ഒരിക്കലും ഇസ്രായേലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തിൽപ്പെട്ടവരോ ഒരു കാലത്തും അത് പുറത്തു പറയാറില്ല. അതിനവർ പറയുന്നത് യുദ്ധം ചെയ്യുന്ന സൈനികരുടെ മാനസികപരമായിരിക്കുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി അവർക്കൊരു ധൈര്യം കൊടുക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് തങ്ങളുടെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ മരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തങ്ങൾ അർത്ഥമാക്കുന്നത് എന്ന തരത്തിലാണ്. അപ്പോൾ ഒരേ മേഖലയിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിലൊരാൾ മരണപ്പെടുമ്പോൾ തൊട്ടടുത്ത ആൾക്ക് വലിയ രീതിയിൽ മാനസിക പ്രയാസം ഉണ്ടാവും. അതിനവരെന്ത് ചെയ്യും? അതവർ പരസ്യപ്പെടുത്തുകയില്ല. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മൃതദേഹം എത്തിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ ചെയ്ത് നീങ്ങുന്ന പ്രവൃത്തി എല്ലാ കാലത്തും അത് ചെയ്താണ്. അത് സദ്ദാം ഹുസൈന്റെ ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ന്യൂയോർക്ക് വാഷിംഗ്ടൺ എയർപോർട്ടിലേക്ക് ഇറാഖിൽ നിന്ന് അല്ലെങ്കിൽ അറബ് മേഖലയിൽ നിന്ന് ഇറങ്ങുന്ന എല്ലാ വിമാനത്തിലും ഏറ്റവും ചുരുങ്ങിയത് 20 സൈനികരുടെ മൃതദേഹമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഒരു അറബ് മേഖലയിൽ നിന്ന് ആ യുദ്ധ സമയത്ത് എയർപോർട്ടിലേക്ക് ഒരു വിമാനം വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ സൈനികരുടെ മൃതദേഹം വഹിച്ചു കൊണ്ടുവരുന്നതാണ് എന്ന് ഏറെക്കുറെ അവിടെ പരസ്യമായിരിക്കുന്ന രഹസ്യമായിട്ട് തന്നെ നിലനിന്നതാണ്. പക്ഷെ അറേബ്യൻ മേഖലയിൽ അത് അന്നത്തെ BBC റോയിട്ടേഴ്സ് പോലെയുള്ള യൂറോപ്പ് നിയന്ത്രിക്കപ്പെടുന്ന ഒരു ചാനലുകാരും അത് റിപ്പോർട്ടായിട്ട് രേഖപ്പെടുത്താറില്ല. അതിന്റെ കാര്യം ഈ പറഞ്ഞത് തന്നെയാണ്. മാനസികപരമായ രീതിയിൽ പ്രയാസം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഏറ്റവും ഒടുവിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ജൂനിയർ ജോർജ് ബുഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി ഏതെങ്കിലും രാജ്യത്ത് ഈ രീതിയിലുള്ള ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയമോ ഭരണാധികാരികളുടെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയോ ഉണ്ടായാൽ പോലും തങ്ങളുടെ സൈനികർ നേരിട്ട് പങ്കാളിത്തം വഹിക്കുകയില്ല. പകരം ആ രാജ്യത്ത് വിമത വിഭാഗത്തെ ശക്തിപ്പെടുത്തി അവർക്ക് ആയുധം നൽകി അവരെ കൊണ്ട് സർക്കാരിനെതിരെ സമരം ചെയ്യിക്കുന്ന രീതി മാത്രമേ തങ്ങൾ ചെയ്യൂ എന്ന് ജൂനിയർ ജോർജ് ബുഷ് അന്ന് പറഞ്ഞതാണ്. പിന്നീട് നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം യഥാർത്ഥത്തിൽ അങ്ങനെ. ലിബിയയിൽ കടൽ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട ദുരന്തവും വെടിവെപ്പും മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അവിടുത്തെ വിമതപക്ഷമാണ് അവിടുത്തെ ഗവൺമെന്റിനെതിരെ, ലിബിയയിലെ ഗവൺമെന്റിനെതിരെയുള്ള സമരം നടത്തിയത്. അതിൽ അമേരിക്ക സൈനികപരമായ രീതിയിലും തന്ത്രപരമായ രീതിയിലും സഹായങ്ങൾ നൽകി എന്നുള്ളത് മാത്രമാണ്. സുഡാനിൽ അടുത്ത മുഹമ്മദ് ബഷീറിന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയതിലും അവിടെ വിമതപക്ഷത്തിന് ആയുധം നൽകിക്കൊണ്ട് സഹായിക്കുകയാണ്. സൈനികർ അവിടെ രംഗത്തിറങ്ങിക്കൊണ്ട് സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്തിട്ടില്ല. പിന്നീടുള്ള എല്ലാ രാജ്യങ്ങളിലും എടുത്തു നോക്കുന്ന സമയത്തും സിറിയയിലടക്കം നമ്മൾ കണ്ട കാര്യങ്ങൾ അമേരിക്ക നേരിട്ട് ഇടപെടാത്ത രീതിയിൽ മറ്റ് പോംവഴികൾ സ്വീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന രീതിയാണ്. 5000-ലധികം സൈനികർ ഇറാഖ് യുദ്ധത്തിൽ അമേരിക്കക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ അവർ തന്നെ സമ്മതിച്ച കാര്യമാണ്. 5000 എന്ന് പറയുന്ന സമയത്ത് അതിനേക്കാൾ ഒരുപാട് എണ്ണൽ സംഖ്യ കൂടാനാണ് സാധ്യത എന്ന് നമുക്കറിയാം. യുദ്ധമുഖത്ത് കൃത്യമായിരിക്കുന്ന വിവരങ്ങളും കണക്കുകളും സാധാരണഗതിയിൽ പുറത്തു വരാറില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം, ലെബനാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഇപ്പം നടക്കുന്ന അക്രമങ്ങളൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിക്കാത്ത വലിയൊരു പ്രതിസന്ധി അവിടെ ഉണ്ടായിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലകളും ക്രിസ്തുമത വിശ്വാസികൾക്കും
ജൂതമത വിശ്വാസികൾക്കും ഏറ്റവും മഹത്വമുള്ള നഗരങ്ങളൊക്കെ നിലവിലെ സാഹചര്യത്തിൽ ആക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ പോലും സുരക്ഷിതമല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ 1960 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 50% ജൂത വിശ്വാസികൾ അല്ലെങ്കിൽ ജൂത പൗരന്മാർ യുദ്ധം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളിടത്ത് ഇന്ന് ഇസ്രായേലിലെ ഓരോ പൗരന്മാരെയും ഈ ലെബനാൻ അല്ലെങ്കിൽ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എല്ലാവരും മാനസികപരമായ രീതിയിൽ വലിയ സമ്മർദ്ദത്തിലും പ്രയാസത്തിലുമാണ് എന്നും നമുക്കിതിനിടയിൽ കൂട്ടി വായിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധവിരാമവും മധ്യസ്ഥപരമായ രീതിയിലുള്ള വെടിനിർത്തലും ഉണ്ടാവണമെന്ന് ആദ്യമായിട്ട് തന്നെ ഉയർന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് തന്നെയാണ്. ബന്ദികളെ മോചിപ്പിക്കാൻ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കില്ല, അതിലേക്ക് സർക്കാർ നീങ്ങണമെന്നും ലെബനാന്റെ അതിർത്തിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ജൂതന്മാരെ തിരിച്ച് ആ പ്രദേശത്തിലേക്ക് തിരിച്ച് വിന്യസിപ്പിക്കണമെങ്കിൽ അതിന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഇസ്രായേലിന്റെ അകത്ത് നടക്കുന്നു. അന്താരാഷ്ട്ര മേഖലയിൽ വിമാന സർവീസുകൾ റദ്ദാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിനെ പ്രതിരോധിക്കാൻ സാധിക്കാതെ അവിടെ ഈ സെറ്റിൽമെന്റ് സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തേക്ക് ജൂതവിഭാഗത്തെ കുടിയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധത്തിന് നാന്ദി കുറിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ യുദ്ധത്തിന്റെ പരിണത ഫലം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഇസ്രായേലിന്റെ പരാജയം കൊണ്ടല്ലാതെ ഇത് അവസാനിക്കില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന സത്യമാണ്.